ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ക്രിസ്പിയും ഡെലീഷ്യസുമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 2 ചെറിയ ഗ്ലാസ് ഉഴുന്ന് കുതിർക്കാൻ വെക്കാം. ഞാനൊരു 2 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിരുന്നു. രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച് അത് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഓരോ പ്രാവശ്യം അരക്കുമ്പോൾ ഒരു 2 സ്പൂണിലധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 സ്പൂണ് അരിപ്പൊടി ചേർക്കാവുന്നതാണ്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ഒരു ചെറിയ ഓണിയന്റെ പകുതി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കഷ്ണങ്ങളാക്കി എടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതും കൂടാതെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുക്കിംഗ് ഓയിൽ ആവശ്യത്തിന് എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ വെളിച്ചെണ്ണ എല്ലാവർക്കും ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കാറ്? ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വടക്ക് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിൻഭാഗം നല്ലവണ്ണം കഴുകിയെടുക്കാം. ഓരോ പ്രാവശ്യം വടയുടെ കൂട്ട് കൈകൊണ്ടെടുക്കുമ്പോൾ മുമ്പേ തന്നെ കൈകൾ ശരിക്കും വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യണം. അതുപോലെ ഗ്ലാസിന്റെ പുറമെ വെള്ളം നനക്കണം. എന്നിട്ട് ഗ്ലാസിന്റെ പുറകിൽ ഇതുപോലെ ചെയ്തിട്ട് നടുവിലായിട്ട് ഒരു ഹോള് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. കണ്ടോ, ഞാനങ്ങനെ 3 വീതം എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഓരോ സൈഡും വെന്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇടാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. വടയെല്ലാം ശരിക്കും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ 3-4 പ്രാവശ്യം ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത്.
ഇതുപോലെ മല്ലിയില ചട്നിയിലോ സാമ്പാറിലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണിത്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സി യു സൂൺ.